ഹായ് എവരി വൺ, അക്കാഡമിക്സിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മളെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിഗേഴ്സിൽ നിന്നുള്ള ഓഡ് വൺ ഔട്ടിനെ പറ്റിയാണ്. 4-5 ഫിഗേഴ്സ് തരും, എന്നിട്ട് അതിനകത്ത് നമ്മളോട് എന്ത് ചെയ്യാനാ പറയാ, നമ്മളോട് അതിനകത്ത് നിന്ന് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ, കൂട്ടത്തിലെ കള്ളൻ ആരെ എന്ന് കണ്ടുപിടിക്കാനാണ് പറയാ. കൂട്ടത്തിൽ ഒരു കള്ളൻ ഉണ്ടാവും, പല പല കാരണങ്ങൾ കൊണ്ട് അയാൾ ആ ഗ്രൂപ്പിൽ പെടുന്നുണ്ടാവില്ല, അയാളെ നമ്മൾ എന്ത് ചെയ്യുക, ചവിട്ടി പുറത്താക്കുക എന്നുള്ളതേ ഉള്ളൂ, അയാളെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത്തരം ചോദ്യങ്ങളും ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ചോദ്യത്തിലേക്ക് പോവാം. ഓരോ ചോദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നത് ഏതാ, നിങ്ങൾക്ക് കിട്ടുന്ന ഏതാ നോക്കുക. ഞാൻ പറയുന്നതുമായിട്ട് ശരിയാണോ നോക്കുക. ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത്തരം ചോദ്യങ്ങളിലെല്ലാം ചിലപ്പോൾ ഞാൻ പറഞ്ഞ ലോജിക്കൽ എക്സ്പ്ലനേഷനേക്കാൾ അല്ലെങ്കിൽ ഞാൻ പിക്ക് ചെയ്ത ആൻസറിനേക്കാൾ നല്ലൊരു ലോജിക്കൽ എക്സ്പ്ലനേഷനും നല്ലൊരു ആൻസറും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാം. അതുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നതാണ്. ഇത്തരം ചോദ്യങ്ങൾ സർവ്വസാധാരണമാണ്, അത് കാര്യമാക്കാൻ നിൽക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ രീതിയിൽ എന്തായാലും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതിലെ ഓഡ് വൺ ഔട്ട് ആരാന്നാ ചോദിച്ചിരിക്കുന്നത്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കി എൻ്റെ കണ്ണ് പോയിട്ടുണ്ട് ഈ ഡോട്ടുകളിലോട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഡോട്ടിന്റെ എണ്ണം നോക്കിയേ, ഇവിടെ മാത്രം ഒരാളേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും എത്ര ഉണ്ട്, ഇവിടെ 5 എണ്ണം തന്നിട്ടുണ്ട്, ഇവിടെ 4 എണ്ണം തന്നിട്ടുണ്ട്, ഇവിടെ അഗെയിൻ 5 എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ പുറത്ത് എല്ലാത്തിലും ഇവിടെ 3 സർക്കിൾ, 3 സ്ക്വയർ, 3 ട്രയാങ്കിൾ, 3 റെക്ടാങ്കിൾ. അപ്പൊ അതിലൊന്നും മാറ്റില്ല, എല്ലാം പുറത്ത് സെയിം തന്നെയാണ്, അതിലൊന്നും മാറിയിട്ടില്ല. അപ്പൊ ഡോട്ടിലാണ് എന്തോ കളി കിടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താണ്, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത്രയും ഡോട്ട് നോക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു റീസൺ വേണമെങ്കിൽ പറയാം. സർക്കിൾ, സ്ക്വയർ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആണ്, ട്രയാങ്കിൾ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആണ്, സ്ട്രേറ്റ് ലൈൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. റെക്ടാങ്കിളും സ്ട്രേറ്റ് ലൈൻ ആണ്. സർക്കിൾ അങ്ങനെയാണോ? സർക്കിൾ അങ്ങനെയല്ല. സർക്കിൾ എന്തല്ല, സർക്കിൾ സ്ട്രേറ്റ് ലൈൻ ഒന്നുമില്ല. സോ നമ്മുടെ കള്ളൻ ആരാണെന്ന് പറയാം, സിമ്പിൾ ആയിട്ട് 1 ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഡോട്ടിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും മറ്റൊരു പ്രോപ്പർട്ടി കിട്ടും. ഇവിടെ നമ്മൾ 4 സൈഡാണ് സ്ക്വയറിനുള്ളത്, ഒരെണ്ണം കൂട്ടി 5 എണ്ണം. ഇവിടെ 3 സൈഡാണ് ട്രയാങ്കിൾ ഉള്ളത്, ഒരെണ്ണം കൂട്ടി 4 എണ്ണം. 4 സൈഡാണുള്ളത്, ഒരെണ്ണം കൂട്ടി 5 എണ്ണം. അങ്ങനെ നോക്കുമ്പോൾ സർക്കിളിന് ഒരു സൈഡും ഇല്ല, അപ്പോൾ ഒരെണ്ണം കൂട്ടി ഒരെണ്ണം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ അപ്പോഴും എന്തില്ല, സൈഡ് ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അവിടെ ആദ്യത്തെ ആൻസറിനെ നമ്മൾ പിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ കള്ളൻ ആരാ വരിക, ഒരെണ്ണമാണ് വരിക. ഇനി നിങ്ങൾക്ക് ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ തർക്കിക്കാം, നിങ്ങൾ താഴെ പറഞ്ഞോളൂ. ഞാൻ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതായിരിക്കും ശരി കേട്ടോ. തർക്കിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ തർക്കിക്കുന്നല്ല. നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ നല്ലൊരു റീസൺ ആയിരിക്കും, ചിലപ്പോൾ അതായിരിക്കും നമുക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുക. അതുകൊണ്ട് ഓരോ ചോദ്യങ്ങളിലും നിങ്ങൾക്ക് വേറൊരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരു ഉത്തരം ഉണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുകയും ചെയ്യുക. ഇവിടെ എന്തായാലും ഞാൻ പിക്ക് ചെയ്യുന്ന ഉത്തരം, SSC പിക്ക് ചെയ്തിട്ടുള്ള ഉത്തരം എല്ലാം SSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ്? ഓപ്ഷൻ എ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം ഒന്നുകൂടി നമ്മളൊന്ന് കോംപ്ലക്സ് ആക്കിയിട്ടുണ്ട്. ഫൈൻഡ് ദ ഓഡ് ഫിഗർ. 4 എണ്ണം അഗെയിൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് നിങ്ങൾ ഇതിൽ ആൻസർ ആയിട്ട് പിക്ക് ചെയ്യുക? കുറെ ഷേപ്സ് ഉണ്ട് അല്ലെ. തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ വളരെ സിമ്പിൾ ആയിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ ഷേപ്പേ തന്നിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾ ഏത് പിക്ക് ചെയ്യും? ഇതിൽ എൻ്റെ ആൻസർ 4 ആണ്. എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? നോക്കിയാൽ നമുക്ക് വളരെ മനസ്സിലാവും. പുറത്ത് ഡിഫറെന്റ് ഷേപ്സ് ആണെങ്കിലും ഉള്ളിൽ രണ്ടും സിമിലർ ഷേപ്സ് ആണ്. ഇത് റെക്ടാങ്കിൾ, ഇതും റെക്ടാങ്കിൾ, ഇത് ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ, ഇത് സർക്കിൾ, ഇത് സർക്കിൾ. ഇത് റെക്ടാങ്കിൾ ആണെങ്കിൽ ഉള്ളിൽ എന്ത് വരണം, റെക്ടാങ്കിൾ വരണം. അതാണോ വന്നിരിക്കുന്നത്? അല്ല. എന്താ വന്നിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ വന്നിരിക്കുന്നത്. സോ ആൻസർ എന്താ? 4 വരും. പുറത്തുള്ള നോക്കണ്ട, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അങ്ങനെ വേറെ വേറെ ഉണ്ട്. പക്ഷെ ഉള്ളിലുള്ള 2 ഫിഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും എന്താണ്, സെയിം ആണ്. ഒന്നൊന്നിനെ എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മാത്രം അത് തെറ്റി. സോ എന്റെ ആൻസർ 4. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമന്റ് സെക്ഷനിൽ കണ്ടുമുട്ടാം. ദേ പിടിച്ചു. അടുത്ത ചോദ്യം 1, 2, 3, 4 ഫിഗേഴ്സ് ഉണ്ട്. ഏതായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക? കണ്ട ഉടനെ പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഈക്വലി ആണ് ഹാഫ് ആക്കിയിരിക്കുന്നത്. അതെങ്ങനെയാ മനസ്സിലായി? അളന്ന് മുറിച്ചെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കോമൺ സെൻസ് ആണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഈക്വലി ഹാഫ് ചെയ്തിരിക്കുകയാണ്, ഈക്വലി ഹാഫ് ആക്കിയിരിക്കുന്നത്. മതി, ഹാഫ് ഒന്നും വേണ്ട അല്ലെ, ഓറാവും. അപ്പോൾ 4 എന്ത് ചെയ്തിരിക്കണം, ഈക്വലി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്? ഞാൻ കണ്ണുടച്ച് പറയും 2 ആണെന്നുള്ളത്. എന്താ കാര്യം എന്നറിയും? ഇതെല്ലാം വെർട്ടിക്കൽ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇത് വെർട്ടിക്കൽ, ഇത് വെർട്ടിക്കൽ, ഇവ മാത്രം എന്താണ്, ഹൊറിസോണ്ടൽ ആണ്. സോ നമ്മുടെ ഉത്തരം എന്താ? 2 ആണ്. ഇങ്ങനെയൊക്കെ ഈ ചോദ്യങ്ങളിൽ ഓർഡർ വരുമെന്ന് കാണിച്ചു തരാനേ പറ്റുന്നുള്ളൂ. നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്നത് പോലെ ഇത് പഠിപ്പിക്കാൻ പറ്റില്ല, പഠിച്ചെടുക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വഴി വെട്ടിത്തരാ എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത്. ദേ പിടിച്ചോ. അടുത്ത ചോദ്യം. ഫ്രം ദ ഗിവൺ റെസ്പോൺസസ് ഫൈൻഡ് ദ ഓഡ് ഫിഗർ ഔട്ട്. താഴെ തന്നിരിക്കുന്നവയിലെ ഓഡ് വൺ ഔട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഉള്ളിലെല്ലാം ഇൻഡു സിമ്പിൾ ഉണ്ട് അല്ലെ. അത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സൈഡ്സും ഇൻഡു ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കുക കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. എപ്പോഴും അല്ല, ഓരോരോ ചോദ്യം ഡിമാൻഡ് ചെയ്യുന്ന കുറേ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാധനം, ഉള്ളിലുള്ള ആ സാധനം പെട്ടെന്ന് എന്ത് ചെയ്തോളും, വർക്ക് ചെയ്ത് തുടങ്ങിക്കോളും. ഞാൻ റീസണിങ്ങിൽ സാധാരണ പറയാറുള്ളത് തന്നെ. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 1, 2, 3, 4, 5 സൈഡ് ഉണ്ട്. എത്ര ഇൻഡു സിമ്പിൾ ഉണ്ട്? 5 ഇൻഡു സിമ്പിൾ ഉണ്ട്. സോ 5 = 5. ഇവിടെ 3 സൈഡ്സ് ഉണ്ട്. എത്ര ഇൻഡു സിമ്പിൾ ഉണ്ട്? 3 ഉണ്ട്.
സോ 3. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 ഹെക്സഗൺ ആണ്, 6 എത്ര ഇൻറ്റു സിമ്പിളേ ഉള്ളൂ? 5 ഇൻറ്റു സിമ്പിളേ ഉള്ളൂ. അപ്പൊ ഇവിടെ മാച്ച്ഡ് അല്ല. ഇനി ഇവിടെയും കൂടി നോക്കാം. ഇവിടെ നോക്കാനില്ല, 4. സോ ഏത് മാത്രം നമ്മുടെ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല? ഇതൊരു ഹെക്സഗൺ ആണ്, ഇവിടെ 6 സൈഡ്സ് ഉണ്ട്, സോ 6 ഇൻറ്റു സിമ്പിൾ വരണമായിരുന്നു, അത് വന്നിട്ടില്ല, 5 തന്നെ വന്നുള്ളൂ. സോ നമ്മുടെ കള്ളൻ ആരാണ്? 3 നമ്മുടെ കള്ളൻ. ദേ അടുത്തത് ഒന്നുകൂടി പിടിച്ചോ, ഒരു ചോദ്യം കൂടി നോക്കാം. ദേ ഇതാണ് ചോദ്യം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? YXZO തന്നിട്ടുണ്ട്, YXZO തന്നിട്ടുണ്ട്, YXZO അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ വലിയ മാറ്റമൊന്നുമില്ല, അതൊന്നും കിട്ടാനുമില്ല. ഉള്ളിലെ ഫിഗർ നോക്കുക. ഉള്ളിലെ ഫിഗർ നോക്കുമ്പോൾ സർക്കിളിനകത്ത് സർക്കിള്, പെന്റഗണകത്ത് സർക്കിള്, സ്ക്വയറിനകത്ത് സ്ക്വയർ, ട്രയാങ്കിളിനകത്ത് ട്രയാങ്കിൾ. കണ്ടോ, ഒന്നിനകത്ത് ഒന്ന് ഇതേ മാറി. ഇവിടെ പെന്റഗണകത്ത് എന്ത് വരണമായിരുന്നു? പെന്റഗൺ തന്നെ വരണമായിരുന്നു. പകരം തന്നിരിക്കുന്നത് ഒരു ഡോട്ടഡ് സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. അത് പോസിബിൾ ആണോ? അല്ല, കാരണം ഇവിടെ സർക്കിളിനകത്ത് സർക്കിൾ, ഇവിടെ സ്ക്വയറിനകത്ത് സ്ക്വയർ, ഇവിടെ ട്രയാങ്കിളിനകത്ത് ട്രയാങ്കിൾ. സോ ഇതെന്ത് ചെയ്യില്ല, ഇവിടെ നടക്കില്ല. അതാണ് നമ്മുടെ ആൻസർ. അടുത്തതിലോട്ട് പോയിക്കോ. അതേ അടുത്തതിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സ്ക്വയറിനകത്ത് എന്തുണ്ട്? ഇവിടെ 1 2 3 4 5 വരകളുണ്ട്, ഇവിടെ 1 2 3 4 5 വരകളുണ്ട്, ഇവിടെയും 5 വരകളുണ്ട്, ഇവിടെയും 5 വരകളുണ്ട്. അപ്പോൾ വരേനെ ബേസ് ചെയ്തല്ല തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ആലോചിക്കുക? എങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് ആലോചിക്കാൻ പറ്റുക? എണ്ണത്തിലല്ല കളിയെന്ന് മനസ്സിലായി. ഇനി നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം ഏറെക്കുറെ എന്താ ഒരേ വലിപ്പത്തിലുള്ളതാണ്. ഞാൻ പറയും, അളന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ടാണ്. ഇത് കണ്ട ഉടനെ മനസ്സിലാവും ഇതിനേക്കാളും എന്തുണ്ട്? നല്ല വലിപ്പ വ്യത്യാസം ഉണ്ട് അല്ലേ? ഇതെല്ലാം ഒരേ വലിപ്പത്തിലുള്ള വരകളാണ്. ഇതിലെടുത്താലും ഇവന് മാത്രം എന്താ ഒരാൾക്ക് ഒരു ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. എല്ലാത്തിലും എണ്ണം എത്ര തന്നെയായിരുന്നു? 5 തന്നെയായിരുന്നു. സോ അത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 എന്ന് നമുക്ക് കിട്ടും. 5 ലൈൻ സെഗ്മെന്റ്സ് ഉണ്ട്, എല്ലാം ഈക്വൽ ലെങ്ത് ആണ്. ഇതിൽ മാത്രം എന്താണ്? ഇതിൽ മാത്രം ഒരെണ്ണത്തിന് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. ദേ പിടിച്ചോ, അടുത്ത ചോദ്യം. ഇങ്ങനെ തന്നിട്ടുണ്ട് 1 2 3 4 ഫിഗേഴ്സ് ഉണ്ട്. കണ്ട ഉടനെ നമുക്ക് പറയാൻ പറ്റും, ഒരു പ്രശ്നമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ? ഇവിടെ ട്രയാങ്കിളിന്റെ ഉള്ളിൽ ട്രയാങ്കിൾ, ഇവിടെ റെക്ടാങ്കിളിന്റെ ഉള്ളിൽ 2 ആക്കിയിട്ടുണ്ട്. സർക്കിളിന്റെ ഉള്ളിൽ സർക്കിൾ, ഹെക്സഗണിന്റെ ഉള്ളിൽ ഹെക്സഗൺ. അപ്പൊ ഏതാണ് ഇവിടെ? എങ്ങനെയല്ല വരേണ്ടത്? ഈ വരയല്ല വരേണ്ടത്. ഇവിടെ ഉള്ളിൽ എന്ത് വരണം? ഇങ്ങനെയാണ് വരേണ്ടത്. പകരം തന്നിരിക്കുന്നത് എന്താ? നടുക്ക് കൂടെ ഒരു വരയാണ്. അപ്പൊ അവനല്ല. അടുത്തത് പിടിച്ചോ, അടുത്ത ചോദ്യം. ദേ നോക്കിക്കോ, നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഏതാ? ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ട ഉടനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? ആൻസർ 1 ആണ് വരിക. കാരണം ഇത് 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു, ഇവിടെയും 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു, ഇവിടെയും 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്താ? വെറുതെ 2 പാർട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയും പറഞ്ഞു, 4 ഡിവൈഡ് ചെയ്തത്. ഇവിടെ എന്താണ്? ഇവിടെ 2 ആക്കിയിട്ടുള്ളൂ പറഞ്ഞു. ഇതിന്റെ ഇടയിലുള്ള ഏരിയ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കാണും, ആരും കാണാത്തത് കാണണല്ലോ. പക്ഷെ അതിൽ വലിയ കാര്യമില്ല. നമ്മൾ ഉള്ളതിൽ ബെസ്റ്റ് പോസിബിൾ ആൻസർ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പെർഫെക്റ്റ് ആൻസർ പിക്ക് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്കൊരു ആൻസർ കിട്ടിയേ പറ്റൂ അല്ലേ? അപ്പൊ അതിലെ ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ പിക്ക് ചെയ്യാം. നാളെ തന്നിട്ട് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ റീസൺ അല്ലാതെ നല്ലൊരു വേറൊരു റീസൺ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞോളൂ. അപ്പൊ ഇതിലിപ്പോ 4 കൂടുതൽ ഇല്ലെന്ന് പറയുന്നത് ഇത് ഈക്വൽ ആണ്. അപ്പൊ 4 ആയി. അപ്പൊ അതുപോലെ ഇവിടെ എല്ലാമായി. ഇതിൽ മാത്രം എന്ത് ചെയ്യില്ല, നടക്കില്ല. സോ ആൻസർ 1 എന്ന് എടുത്തു. ഇതേ പിടിച്ചോ, അടുത്ത ചോദ്യം. ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരട്ടെ. നല്ലൊരു ചോദ്യമാണ്, ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫിഗർ എല്ലാം സെയിം ആണ്, നമ്പർ മാത്രമാണ് എന്തോ ഒരു ബന്ധമുള്ളത്. അപ്പൊ ആ നമ്പറിന്റെ ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കുക. അത് സെറ്റ് ആവാത്ത ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവും. അത് ആരാണെന്ന് പിക്ക് ചെയ്തിട്ട് ആൻസർ താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരിക. ഇതേ പിടിച്ചോ, അടുത്ത ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് സംഭവിച്ച ഈ ഒരു ചോദ്യം ഒന്നുമില്ല, ജസ്റ്റ് ഡിഫറെന്റ് ഷേപ്സ് ആണ്. അപ്പൊ സൈഡ്സിന്റെ എണ്ണം നോക്കുക. 1 2 3 4 5 6. എത്ര സൈഡ് ഉണ്ട്? 6 ഉണ്ട്. ഇത് സെറ്റ് ആയാലും നമുക്ക് അടുത്തെടുക്കാലോ. അടുത്തത് 1 2 3 4 5 6 7. എത്ര ഉണ്ട്? 7 ഉണ്ട്. 1 2 3 4 5 6. എഗെയിൻ 6 ഉണ്ട്. 1 2 3 4 5 6. എഗെയിൻ 6 ഉണ്ട്. ഇതേ കിട്ടി, കള്ളനെ കിട്ടി. ഇവിടെ മാത്രം എത്ര പേരുണ്ട്? 7 പേരുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതേ പിടിച്ചോ, അടുത്തത്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര കഷ്ടപ്പാടാണത് ചെയ്തു തീർക്കാനായിട്ട്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. നമ്മൾ എക്സാം ഹാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. SSC CGL ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട്, CGL ആണെന്ന് പറഞ്ഞാൽ SSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നിരിക്കലും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ ആൻസർ 4 ആണെന്ന് പറയുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതിന്റെ ലോജിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അത്രയും മണ്ടന്മാരായി പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, ഇതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് അത്രയായില്ല. കാരണം കൺമുന്നിൽ ഒന്ന് തുറന്നു നോക്കിയാൽ കാണാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലോ ആയോ അവിടെ ഞാൻ പറഞ്ഞുതരാം. ഇതേ പിടിച്ചോ, അടുത്ത ചോദ്യം. അതെന്താ തന്നിരിക്കുന്നത്? നോക്കിക്കോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ട ഉടനെ ഇതും പറയാൻ പറ്റും. കാരണം ഇതിലെല്ലാം ഈ ആരോ മാർക്ക് ഉണ്ടാക്കുന്ന എന്താ? 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇതിലാണ് അല്ലെ? ഇവിടെ മാത്രം എന്താ? ക്രോസ് ചെയ്തിട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഏതേ വരുള്ളൂ? 2 വരുള്ളൂ. ബാക്കിയെല്ലാം ആരോ മാർക്ക് എന്തുണ്ടാക്കിയിട്ടുണ്ട്? 90 ഡിഗ്രി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇത് അടുത്ത് നോക്കിക്കോ. ഇത് അടുത്ത് നോക്കുന്ന സമയത്ത് 1 2 3 4 4 ഉണ്ട്. ഇതിൽ 1ഉം 4ഉം സർക്കിളാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. 2 ഹെക്സഗണകത്ത് ഹെക്സഗൺ, 3 സ്ക്വയറിനകത്ത് സ്ക്വയർ, 1 സർക്കിളിനകത്ത് സർക്കിൾ, 4ഉം സർക്കിളിനകത്ത് സർക്കിളാണ്. പിന്നെ ഇപ്പൊ എന്താ നോക്കാനുള്ളത്? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാത്തിലും എത്ര ഫിഗർ വെച്ചാളെ? 3 ഫിഗർ വെച്ചാളെ. അപ്പൊ അതൊന്നും നമുക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. 2 സർക്കിൾ വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്തോ ഒന്നാണ് കള്ളൻ എന്നുള്ളത് കിട്ടി. കാരണം എന്താ? ഇതെല്ലാം ഈക്വൽ ഡിസ്റ്റന്റ് ആണ് എന്നുള്ളത് ഓർക്കുക. എല്ലാം എന്താ? ഏറെക്കുറെ ഒരേ അളവിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ മാത്രം എന്താ? ഇതിന്റെ ഇടയിൽ നല്ലൊരു ആനയുടെയും ആടിന്റെയും വ്യത്യാസം എന്നൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് പറയും അല്ലെ? അത്രയും വലിയൊരു വ്യത്യാസമുണ്ട്. സോ നമ്മുടെ കള്ളൻ ആരാ? ഓപ്ഷൻ 4. ദേ പിടിച്ചോ. അടുത്തത് ഇതും ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. നല്ലൊരു ചോദ്യമാണ്. ആൻസർ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കാരണം കണ്ണ് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഷെയ്ഡിങ്ങിലെ ഒരു ഡിഫറൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ അതും താഴെ എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ദേ പിടിച്ചോ. അടുത്ത ചോദ്യം നോക്കിയാൽ ഇതും ആക്ച്വലി നല്ലൊരു ചോദ്യമാണ്. പക്ഷെ ഞാൻ ചെയ്തുതരാം. ഇതെല്ലാം എങ്ങോട്ടാണ്? താഴോട്ടാണ്. ഇതെല്ലാം എങ്ങോട്ടാണ്? മേലോട്ടാണ്. ഇതിൽ കുറച്ചെണ്ണം മേലോട്ടുണ്ട്, കുറച്ചെണ്ണം താഴോട്ടുണ്ട്. ഇതെല്ലാം എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. അപ്പൊ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ? ഇതും ഒരേ ഡയറക്ഷനിലാണ് ഇതെല്ലാം പോകുന്നത്, ഇതും ഒരേ ഡയറക്ഷനിലെല്ലാം പോകുന്നത്, ഇതും ഒരേ ഡയറക്ഷനിലെല്ലാം പോകുന്നത്. ഇത് മാത്രം എന്തല്ല? ഒരേ ഡയറക്ഷനിലല്ല പോകുന്നത്. സോ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതേ അടുത്ത ചോദ്യം. ഇതിലിപ്പോൾ ഏതാ വരിക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് നോക്കി, ഒന്ന് വർക്കൗട്ട് ചെയ്ത് എന്നിട്ട് നിങ്ങൾ എൻ്റെ ആൻസർ കേട്ടാൽ മതി. ഇവിടെ ടീയുടെ മേലെ ഇത് വന്നിട്ടുണ്ട്, ഇവിടെ ടീയുടെ മേലെ ഇത് വന്നിട്ടുണ്ട് അല്ലേ? പല ഷേപ്പുകളാണ്. പക്ഷെ ടീയുടെ മേലെ ഇത് വന്നിട്ടുണ്ട്, ഇവിടെയും ടീയുടെ മേലെ ഇത് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടേ ഇല്ല. അപ്പൊ ഏതാണ് ആൻസർ എടുക്കേണ്ടത്? ഇതാണ് എടുക്കേണ്ടത്. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇവിടെ 2 വട്ടം വന്നിട്ടില്ലേ, സോ അതുകൊണ്ട് അത് എടുത്തൂടെ എന്നുള്ളത് ഒരു പോസിബിൾ ആർഗ്യുമെന്റ് ആണ്. പക്ഷേ ഇത് വാലിഡ് ആവില്ല. എപ്പോൾ ഇവിടെ ഒന്നും തട്ടാത്ത ഒരുത്തൻ നിൽക്കുമ്പോൾ ഉണ്ടാവില്ല. ഇതും കൂടി ഇങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ, ഇതുകൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്തെടുക്കാൻ പറ്റും? അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഫിഗർ നമ്മൾ മാച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി വിചാരിക്കാം. ഇതുപോലൊരെണ്ണം വേറെ ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. കാരണം ഇവിടെ ഒരു വട്ടേ വന്നിട്ടുള്ളൂ, ഇവിടെ ഒരു വട്ടേ വന്നിട്ടുള്ളൂ, ഇവിടെ ഒരു വട്ടേ വന്നിട്ടുള്ളൂ, ഇവിടെ മാത്രം 2 എണ്ണം വന്നു നിങ്ങൾക്ക് പറയാം. പക്ഷെ അതിനേക്കാളും നല്ലൊരു എക്സ്പ്ലനേഷൻ അങ്ങനെ എല്ലാ ഫിഗർ അങ്ങനെ എല്ലാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ബാക്കി 3 മുട്ടിയിട്ടുണ്ട്, ഇത് മുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? 4-ആമനാക്കി എടുത്തേ പറ്റൂ. നിങ്ങൾക്ക് ആ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ലോജിക്കൽ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിച്ചത്. ഇനി മാക്സിമം നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി റെഫർ ചെയ്ത് മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഇതല്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്താ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഓൺലൈൻ CBT ആയതോടുകൂടിയാണ് ഇതിന്റെ ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിനു മുമ്പ് നല്ല രീതിയിൽ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇതിനൊരു റീസൺ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഒരു ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ ഒന്നല്ല. മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നപ്പോൾ നമുക്ക് തലതിരിച്ചു നോക്കിയും സൈഡിൽ നിന്നൊക്കെ നോക്കി ചെയ്യാം. പക്ഷെ കമ്പ്യൂട്ടറിൽ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഈ ചോദ്യങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രസക്തി എന്ന് പറയുന്നത് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം അവയെ നന്നായിട്ട് കുറയ്ക്കുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പം എക്സാമിന് ചോദിക്കുന്നത് കുറയ്ക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല. എന്നിരിക്കലും അധികം ചോദിക്കാറില്ല എന്നുള്ളത് വസ്തു തന്നെയാണ്. മുൻപ് ചോദിച്ച അത്രയും ഫ്രീക്വൻസിയിൽ ചോദിക്കാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. സോ അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കാതിരിക്കുക. ഒരുപാട് സമയം ഇത്തരം ചോദ്യങ്ങളുടെ മേൽ കൊടുക്കാതിരിക്കുക. നോക്കുക, കിട്ടിയ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന 1 മാർക്ക്, അല്ലെങ്കിൽ അതിന് മേൽ തലകുത്തി നിൽക്കാതെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. കുറേയൊക്കെ സമയം കഴിഞ്ഞ് നമുക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ വരാമല്ലോ. ഇല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉത്തരങ്ങളിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നല്ലൊരു കാര്യമാണ്. കാരണം അത് ചിലപ്പോൾ അതായിരിക്കാം എക്സാമിന് വർക്കൗട്ട് ചെയ്യുന്ന ലോജിക് എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നിൽ കൂടുതൽ ലോജിക്കുകളൊക്കെ ഇത്തരം ചോദ്യങ്ങൾ പോസിബിൾ ആണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.